സുജാതൻ, ഇന്ന് രാമനവമി, രാമൻ്റെ ജന്മദിവസമാണ്. അയോധ്യയിൽ 500 കൊല്ലത്തിന് ശേഷം മറ്റേ ക്ഷേത്രത്തിൽ രാമനവമി കൊണ്ടാടി 12:15 മുതൽ ഉച്ചയ്ക്ക് 5 മിനിറ്റ് മറ്റേ സൂര്യതിലകം വിഗ്രഹത്തിൽ ഉണ്ടായി. കാരണം സൂര്യരശ്മി രാമൻ്റെ നെറ്റിയിൽ പതിയുന്നത്, അത് ദൃശ്യം ടെലിവിഷനുകളിലുമൊക്കെ, കേരളത്തിലെ ടെലിവിഷനുകളിൽ വന്നോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ ദേശീയ ചാനലുകളിലാണ് ആ ദൃശ്യം കണ്ടത്. അപ്പോൾ രാമനവമി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ചൈത്ര നവരാത്രിയിലെ അവസാനത്തെ ദിവസം, 9ാമത്തെ ദിവസമാണ് വരുന്നത്. ഹിന്ദു കലണ്ടറിലെ ആദ്യ മാസം ആണ് ചൈത്രം. അതിൽ സംഭവിക്കുന്നതാണ്. രാമായണത്തിൽ തന്നെ രാമൻ്റെ ജനനം ഋഷ്യശൃംഖനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഋഷ്യശൃംഖൻ കൊടുക്കുന്ന പായസം ഭക്ഷിച്ച് ആണ് കൗസല്യ രാമന് ജന്മം നൽകുന്നത്. സുമിത്രയ്ക്ക് ഇരട്ടകൾ, കൈകേയിക്ക് ഭരതൻ, അങ്ങനെയാണ് അതിൻ്റെ കഥയൊക്കെ പോകുന്നത്. അപ്പോൾ രാമനവമി സത്യത്തിൽ ഇവിടെ അങ്ങനെ ഇല്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ വലിയ ആഘോഷമാണത്. പക്ഷേ രാമനവമി പ്രത്യേകിച്ചും ഈ ബംഗാളിൽ കഴിഞ്ഞ കൊല്ലം മുതലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഈ BJP ശക്തിപ്പെടുന്നത് കൊണ്ട് മമതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ പക്ഷേ അഭൂതപൂർവമാണ് രാമനവമിക്ക് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും. BJP ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലല്ല, ഈ കപടമതേതര ഭരണകൂടങ്ങളിലെ സ്ഥലത്തൊക്കെ അതിഭീകരമായ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കാണുന്നത്. കോടതികൾ ഇടപെട്ടിട്ട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് നിർഭാഗ്യകരമായ സംഭവമായിട്ട് കാണുന്നത്. ബംഗാളിലെ ജാദവ്പൂർ സർവകലാശാലയിൽ അതിൻ്റെ ക്യാമ്പസിന് പുറത്ത് വിദ്യാർത്ഥികൾ രാമനവമി ആഘോഷിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. ആ അനുവാദം ഇന്നലെ രാത്രി കുറേ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിട്ട് അത് രജിസ്ട്രാർ പിൻവലിച്ചിട്ടുണ്ട്. അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു അത്രേ ബംഗാളിലെ, ഇത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടല്ലോ, അതാണ് ന്യായമായിട്ട് പറയുന്നത്. ആഘോഷം എല്ലാ കൊല്ലവും നടക്കുന്നതാണല്ലോ. പെരുമാറ്റച്ചട്ടത്തിലൊന്നും ആഘോഷം നടക്കണ്ട, രാമനവമി പാടില്ല, ആഘോഷം പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബംഗാളിൽ ഉത്തരവ് ഇറക്കി. ആ ന്യായം പറഞ്ഞിട്ടാണ് അവിടെ ഈ അനുവാദം കൊടുത്ത ഉത്തരവ് പിൻവലിച്ചു ഇന്നലെ രാത്രി. അത് കഴിഞ്ഞിട്ട് അവിടെ മറ്റേ ആഘോഷിക്കേണ്ട വിദ്യാർത്ഥികൾ ഞങ്ങൾ പൂജ നടത്തും, പ്രസാദം വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ. റാഞ്ചിയിൽ ഈ ആനന്ദ് രംഗനാഥൻ്റെ ഒരു ട്വീറ്റ്, മറ്റേ JNUവിലെ പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് കണ്ടു. അദ്ദേഹം ഈ ഡ്രോൺ വിഷ്വൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ റാഞ്ചിയിൽ പല വീടുകളുടെയൊക്കെ മുകളിൽ കല്ലുകൾ സൂക്ഷിച്ചിരിക്കുന്നു. അത് ഡ്രോൺ വിഷ്വൽസിൽ കാണാം. രാമനവമിയുടെ ഘോഷയാത്ര പോകുമ്പോൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലുകളാണത്. പിന്നെ ബോംബെ ഹൈക്കോടതി ആണ് വളരെ കുഴപ്പം പിടിച്ച ഒരു ഉപാധികളോടെ നിങ്ങൾക്ക് ഘോഷയാത്ര നടത്താം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് കാണുന്നത് ഈ മുസ്ലിം പ്രദേശങ്ങൾ ഒഴിവാക്കണം. നമ്മൾ വിഭജന കാലത്തൊക്കെയാണ് ഈ മുസ്ലിം പ്രദേശങ്ങൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വിഭജന കാലത്തുള്ള അന്തരീക്ഷവും അതിൻ്റെ രാഷ്ട്രീയവും. ഇതിൽ മുസ്ലിം പ്രദേശങ്ങൾ ഒഴിവാക്കണം എന്ന് മുംബൈ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഘോഷയാത്രയിൽ 200 പേരെ പാടുള്ളൂ. ഉപാധി, ആയുധങ്ങൾ പാടില്ല. പിന്നെ ആ രാമവിഗ്രഹം വയ്ക്കാനുള്ള ഒരു വാഹനമേ ഘോഷയാത്രയിൽ ഉണ്ടാകാവൂ. അതായത് ബൈക്കിൽ, സ്കൂട്ടറോ സൈക്കിൾ പോലും പാടില്ല എന്നുള്ളതാണ് ഒരു വാഹനം. അങ്ങനെ 200 പേരെ ഘോഷയാത്ര നടത്താവൂ, വലിയ വിപുലമായ പരിപാടികളൊന്നും വേണ്ട എന്നാണ്. അപ്പോൾ ബംഗാളിൽ ഹിന്ദു ജാഗരൺ മഞ്ച് 5000 ഘോഷയാത്രകൾ
നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ട്. അപ്പോൾ പിന്നെ കോടതിയിൽ നിന്നിപ്പോൾ ഹിന്ദുക്കൾ അനുവാദം വാങ്ങേണ്ട ഗതികേടിലാണ്. രാമനവമി ഘോഷയാത്ര നടത്തണം, രാമനവമി കൊണ്ടാടണം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ പോയിട്ട് കോടതിയിൽ അനുവാദം മേടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അംബേദ്കർ ജയന്തി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അംബേദ്കർ ജയന്തിയും പലയിടത്തും കല്ലേറ് നേരിടുകയുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ രാമനവമിയുടെ അവസ്ഥ. സുജാതൻ, അപ്പോൾ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം BJP കൈകാര്യം ചെയ്യുന്നു എന്ന് കപടമതേതരവാദികൾ പറയാറുണ്ട്. ശരിക്കും വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത് വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. രാമനും കൃഷ്ണനും ഇല്ലാത്ത ഒരു ഭാരത സംസ്കാരത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പ്രയാസമാണ്. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വലിയ ബിംബങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. രാമൻ്റെ ജന്മദിനം രാമൻ കഥാപാത്രമാണോ രാമൻ ചരിത്രമാണോ എന്നൊക്കെ തർക്കിക്കുന്നവരുണ്ടാവും. രാമജന്മഭൂമി പ്രശ്നം തർക്കമായപ്പോൾ രാമൻ്റെ ജന്മഭൂമി വാൽമീകിയുടെ ചിന്തയാണെന്ന് പറയുന്നവരുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ നമ്മുടെ അക്കാഡമിക് ലെവലിലുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഒരു കണ്ടുപിടുത്തമാണ് രാമൻ ജനിച്ചത് വാൽമീകിയുടെ മനസ്സിലാണ് എന്ന്. സത്യത്തിൽ രാമൻ ഒരു ചരിത്ര പുരുഷനും ഇതിഹാസ പുരുഷനും ആണ്. രാമനാണ് ഇന്ത്യയിൽ ഈ പഞ്ചായത്ത് സംവിധാനത്തെപ്പറ്റി ആദ്യം ചിന്തിച്ച മനുഷ്യൻ. ത്രേതായുഗത്തിൽ പഞ്ചായത്ത് ഉണ്ടായിരുന്നോ എന്ന മറുചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇതൊരു വസ്തുതയാണ്. വാൽമീകി രാമായണം സൂക്ഷ്മമായി വായിക്കുന്നവർക്കറിയാം, ഒരു ഭരണാധികാരി എന്ന നിലയിൽ അയോധ്യയിൽ 27 വർഷം രാജാവായിരുന്ന രാമൻ ചെയ്തിട്ടുള്ള പരിഷ്കാരങ്ങൾ, ആധുനിക ഭരണകൂടങ്ങളും ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്ന പല ആശയഗതികളും രാമൻ്റേതായിരുന്നു. രാമൻ സാമന്തന്മാരെ വെച്ച് ഓരോ വകുപ്പിനും മന്ത്രിമാരെ വെച്ച് ഭരിച്ചിരുന്ന ഒരു മോഡേൺ ഗവേണിംഗ് സിസ്റ്റം അത് രാമൻ്റെ കാലത്ത് നടപ്പാക്കിയിരുന്നു. അപ്പോൾ ഈ രാമൻ രാമനൊരു കുറ്റമറ്റ വ്യക്തിയായിരുന്നില്ല. അതേസമയത്ത് ഇന്ത്യയുടെ ആദർശ പുരുഷൻ രാമനായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. രാമരാജ്യം കുറ്റമറ്റതല്ലാത്ത ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്ന, ഒരുപാട് പരിമിതികളുണ്ടായിരുന്ന ഒരു ഉത്തമ രാജാവായിരുന്നു രാമൻ. ഈ രാമൻ്റെ രാജ്യമാണോ ഇന്ത്യയിൽ വേണ്ടതെന്ന് ചോദിക്കുന്നത്, ഭാര്യയെ കാട്ടിൽ കൊണ്ട് കൊന്നുകളയാൻ പറയുന്ന ആളാണോ ഉത്തമൻ? ഭാര്യയെ സംശയിക്കുന്ന ആളാണോ? സ്ത്രീകളോടുള്ള രാമൻ്റെ സമീപനത്തിൽ അദ്ദേഹം എത്രമാത്രം നീതിപൂർവ്വം പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള വാദങ്ങൾ നിലനിൽക്കെ തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആദർശ പുരുഷനായിട്ട് രാമനെയാണ് കണ്ടത്. രാമൻ്റെ രാജ്യമായി തീരണം എൻ്റെ രാജ്യവും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു വൈരുദ്ധ്യം പലർക്കും യുക്തിസഹമായി തോന്നുന്നുണ്ട്. പക്ഷെ രാമൻ പ്രതിസന്ധികളിലൂടെയും വിഷമാവസ്ഥകളിലൂടെയും ഉലയാതെ ഒരു രാജ്യത്തെ നയിച്ചത്, വീഴാതെ പിടിച്ചു നിന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തി, സഹനത്തിൻ്റെ പ്രതീകം എന്ന നിലയിലാണ്. രാമനെ പോലെ ഉത്തമ പുരുഷോത്തമൻ എന്നാണല്ലോ രാമനെ, മര്യാദ പുരുഷോത്തമൻ, അതുപോലെ ഒരു മാതൃകാ പുരുഷൻ കഥകളിലുമില്ല, ജീവിതത്തിലുമില്ല. അങ്ങനെയുള്ള ഒരു രാമനാകണം ഇന്ത്യയുടെ ആദർശ വ്യക്തി എന്ന അർത്ഥത്തിൽ വളരെ ആലോചനയോടുകൂടിയാണ് മഹാത്മാഗാന്ധി രാമനെ കൊണ്ടുവന്നത്. ഈ രാമൻ്റെ ജന്മദിനത്തിന് ഈ തരത്തിൽ നമ്മൾ കോടതിയുടെയും പോലീസിൻ്റെയും അനുവാദം വാങ്ങിയിട്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തേ ഒരു നവമി യാത്ര നടത്താൻ പറ്റുള്ളൂ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കുട്ടികൾക്ക് രാമനെ സ്മരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ വരുന്നത് നമ്മുടെ മാറിയ ഈ കാലത്തിൻ്റെ തലതിരിഞ്ഞ ചില ചിന്തയിൽ നിന്നാണ്. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാറി എന്താണ് രാമനെന്നും ആരാണ് രാമനെന്നും നമ്മൾ വായനയിലൂടെയും ചിന്തകളിലൂടെയും ചർച്ചകളിലൂടെയും കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാലമാണ്. രാമനെ ആഘോഷിക്കുന്നവരെല്ലാം പഴയ
ആളും അത് BJPയുടെ അനുയായിയാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. രാമായണ മാസം കേരളത്തിൽ ഭക്തിപൂർവ്വം ആചരിക്കാറുണ്ടല്ലോ. എഴുത്തച്ഛൻ രാമായണം കൃത്യമായി വായിക്കുന്ന വീടുകൾ ഏറെക്കുറെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഈ സമയത്ത് രാമനവമി കാലത്ത് രാമായണം വായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് കർക്കിടക മാസത്തിലാണ്, നമ്മുടെ പഞ്ഞമാസത്തിലാണ്. അത് അന്ന് ജോലിയൊന്നുമില്ലാതെ മഴയ്ക്ക് പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ എന്ത് ചെയ്യുന്നതല്ല. അത് നമ്മുടെ ഒരു ശീലമായി വന്നു. അന്ന് കൂടുതൽ ദൈവത്തിൽ അർപ്പിക്കേണ്ട ഒരു കാലവും കാലാവസ്ഥയുമാണ്. അപ്പോൾ ആ ഒരു ശീലം ഒക്കെ നിലനിൽക്കുന്നൊരു സ്ഥലത്ത് രാമനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. പ്രത്യേകിച്ചും അയോധ്യയിൽ രാമൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു ആരാധനാലയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ നിർമ്മിച്ച് ഇപ്പോൾ തീർത്ഥാടനത്തിന് ആളുകൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും അങ്ങോട്ടേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം. ഇതിനെ നമ്മൾ ദൈനംദിന രാഷ്ട്രീയവുമായിട്ടല്ല കാണുന്നത്. മാത്രമല്ല ആ ക്ഷേത്രത്തിൽ ജാതിമത ഭേദമൊന്നുമില്ല. അവിടുത്തെ പ്രവേശനത്തിന് ഏത് മതക്കാർക്കും അതിനെ ഒരു ടൂറിസ്റ്റിനെ പോലെയും പോകാം, ഭക്തിയോടെയും പോകാം എന്ന തരത്തിലുള്ള ഒരു ജനകീയ സ്ഥാപനമാണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നമ്മൾ എന്താണ് ഇന്ത്യയിലെ രാമനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അത് മലയാളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ രാമനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആശാൻ്റെ സീതാകാവ്യം വായിച്ചിട്ടുണ്ട്. ചിന്താവിഷ്ടയായ സീത, രാമൻ എന്ന രാജാവ് വിചാരണ ചെയ്യപ്പെടുന്ന പരിത്യക്തയായ സീതയാൽ വിചാരണ ചെയ്യപ്പെടുന്ന കൃതിയാണ്. കേരളത്തിൽ സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാരെങ്കിലും അവരുടെ മാനിഫെസ്റ്റോ ആയി സ്വീകരിക്കേണ്ട പുസ്തകമാണ് ചിന്താവിഷ്ടയായ സീത. മാത്രമല്ല ആശാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലരാമായണവും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പഠിക്കേണ്ട കഥയാണെന്നാണ്. അതെ, ബാലരാമായണം എഴുതി അത് പാഠപുസ്തകമാക്കി കേരളത്തിൽ അന്നത്തെ കാലത്തെ AR രാജവർമ്മ അത് പാഠപുസ്തകമാക്കി. അപ്പോൾ അന്നത്തെ കാലത്തെ അത് ശ്രദ്ധിച്ച രാമൻ്റെ കഥ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആശാൻ എഴുതി. എന്നാൽ രാമൻ്റെ ചില പരിമിതികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സീതയുടെ പക്ഷത്ത് നിന്ന് രാമനെ വിലയിരുത്തുകയും ചെയ്തു. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും അസുലഭമായ കാവ്യ നിമിഷങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ എത്തി നോക്കുന്ന കാവ്യമാണ് ആശാൻ്റെ സീതാകാവ്യം. ഇത് നമ്മളാരും പറഞ്ഞതല്ല, പണ്ഡിത ഉചിതമായി പലരും വിമർശനാത്മകമായും വിമർശനത്തോടുകൂടി രാമനെ കാണുന്നതും വെറുപ്പോടുകൂടി രാമനെ കാണുന്നതും രണ്ടാണ്. അതെ, വിമർശനത്തോടെയും ആരാധനയോടെയും രാമനെ സമീപിക്കാം, യുക്തിഭദ്രമായി സമീപിക്കാം. അപ്പോഴൊക്കെ മിഴിവുള്ള വ്യക്തിത്വമായി രാമൻ മാറുകയാണ്. രാമൻ സരയൂ നദിയിൽ മുങ്ങി മരിച്ച ജീവിതയോഗ്യമല്ലെന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആളാണ് എന്ന് പറയുന്നവരുണ്ട്. അതും രാമൻ്റെ ഒരു അവസ്ഥാവിശേഷമാണ്. ആധുനിക മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിഷമസന്ധി ഒന്നിൽ ഏറ്റവും വലിയ തത്വചിന്താപരമായ പ്രശ്നം തന്നെ ജീവിതയോഗ്യമാണോ, ആത്മഹത്യയാണ് ഏറ്റവും വലിയ തത്വചിന്താപരമായ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആധുനിക പാശ്ചാത്യ ചിന്തകരെ പോലും വിഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മഹാജീവിതമാണ് രാമൻ ജീവിച്ചു കാണിച്ചത്. ഈ രാമനെ പഠിക്കാതെയും വിലയിരുത്താതെയും മനസ്സിലാക്കാതെയും എങ്ങനെയാണ് ഒരു ഭാരതീയൻ്റെ ജന്മം സഫലമാകുന്നത്? അതെ, അത് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആണ് ഇവർ കൈകാര്യം എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു മമതാ ബാനർജിയുടെ ഇന്നലത്തെ പ്രസംഗം. എനിക്ക് തോന്നുന്നത് അത് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായിരിക്കണം. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത്, നാളെ രാമനവമി ദിവസം നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. അവർ കലാപത്തിന് പുറപ്പെടുകയാണ് BJP. അവർ പറഞ്ഞ വാചകമാണ്. സത്യത്തിൽ അതാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ. കേരളത്തിലും ഈ മതത്തെ ഉപയോഗിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന മറ്റേ ശശി തരൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ട് തള്ളിപ്പോയില്ലേ? രാമൻ്റെ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാവുന്നത് എങ്ങനെ? അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പലയിടത്തും കാണുന്നത്. പക്ഷേ ഇത് പാരുംകോവില് രാമായണം പരമ്പരയിൽ രാമനായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പഴയ ചിത്രം അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയാണ്.
ഇത് മനുഷ്യർ ഇങ്ങനെയൊക്കെ വിചാരിച്ചാലും ആൾക്കാർ അവരുടെ പേര്, ശ്രീരാമൻ്റെ പേര് ആവർത്തിച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഈ സംസാരിക്കുന്ന എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ പേരും രാമേന്ദ്രൻ എന്നാണ്. അപ്പോൾ രാമൻ അസ്തമിക്കാൻ പോകുന്നില്ല, തലമുറകളോളം നിലനിൽക്കും. അതുകൊണ്ട് രാമനെക്കുറിച്ചുള്ള ഈ താൽക്കാലികമായ എതിർപ്പുകളും എല്ലാം മനുഷ്യൻ മാറ്റിവെക്കുകയും ആരായിരുന്നു ത്രേതായുഗത്തിലെ രാമൻ എന്ന് അന്വേഷിക്കുന്ന തലമുറകൾ വരാൻ പോകുന്നത്. ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ഞാൻ ഈ പ്രാണപ്രതിഷ്ഠയുടെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് രാമനെ പറ്റി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സുഡാപ്പി വന്നിട്ട് എന്നോട് ചോദിച്ചു കമൻറ്റിൽ, അതെന്താണെന്നിട്ട് ചേട്ടനെ അയോധ്യയിലേക്ക് ക്ഷണിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനാണ് അവിടെ പ്രതിഷ്ഠ, അതുകൊണ്ടാണ്. ഏതായാലും ഇങ്ങനെ രസകരമായി ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.